സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാകമറ്റം എഴുതിയ നോവൽ പ്രബലൻ തുടരുന്നു. ഭാഗം 17. രാമൻകുട്ടിയെ കണ്ടില്ലെങ്കിൽ പകരം വേറെ ആരെങ്കിലും. ഞാനിന്ന് പീരുമേട് വരെ പോവുകയാ. തോട്ടമുതലാളിമാരെയും തൊഴിലാളി നേതാക്കളെയും മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാ. പാമ്പനാറ്റിലെ ഡെൻബാർ എസ്റ്റേറ്റ് വാങ്ങാൻ പോയത് എൻ്റെ കണ്ടകശനിയുടെ നേരത്താണെന്ന് തോന്നുന്നു. ഇവിടെ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ പ്രസന്നനെ വിളിച്ചാൽ മതി. ശരി മുതലാളി. പിന്നെ വേറൊരു കാര്യം, എൻ്റെ മോള് ചിലപ്പോൾ ഈ ആഴ്ച ഇവിടെ ഒന്ന് വന്നേക്കും. അവളുടെ ഭർത്താവ് എത്തിയിട്ടുണ്ട്. രണ്ടുപേരും കൂടി ആയിരിക്കും വരവ്. പഴയ കാര്യങ്ങളൊന്നും അവനോ പുതിയ കാര്യങ്ങളൊന്നും അവളോ അറിയാനിട വരരുത്. ഞാൻ ഏറ്റു. ധർമ്മരാജൻ തലയാട്ടി. 10 മണിയോടെ മഹാദേവൻ തമ്പിയുടെ ബെൻസ് കാർ വെള്ളിക്കുളം എസ്റ്റേറ്റ് വിട്ടു. ധർമ്മരാജൻ ഉടൻ തന്നെ ശാന്തമ്പാറയ്ക്ക് തിരിച്ചു. വിജയരാഘവനെ കണ്ട് ജീപ്പ് തട്ടിക്കൊണ്ടു പോയവരെപ്പറ്റി എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. ഇല്ലെന്നായിരുന്നു വിജയരാഘവൻ്റെ മറുപടി. രാമൻകുട്ടിയെയും എൽദോസിനെയും പറ്റി ഉച്ചവരെ അന്വേഷിച്ചിട്ടും ഒരു വിവരവും കിട്ടിയില്ല. ധർമ്മരാജൻ സൂര്യനെല്ലിയിൽ പോയി കലേന്ദ്രനെ കൂട്ടിക്കൊണ്ടുവന്നു ശാന്തമ്പാറയിൽ നിർത്തി. ചാരായ വിതരണത്തിൻ്റെ ചുമതല കലേന്ദ്രനെ ഏൽപ്പിച്ചു. വൈകുന്നേരമായപ്പോഴേക്കും കലേന്ദ്രൻ്റെ ബോഡി ഗാർഡുകളായി ഒരു 8 അംഗ സംഘവും എത്തിച്ചേർന്നു. പീരുമേട്ടിൽ ചർച്ചയ്ക്ക് പോയിരുന്ന മഹാദേവൻ തമ്പി 6 മണിയോടെ വെള്ളികുളം എസ്റ്റേറ്റിൽ തിരിച്ചെത്തി. ധർമ്മരാജൻ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ തന്നെ ഉണ്ടായിരുന്നു. ശാന്തമ്പാറയിലെ കാര്യം എന്തായി? മഹാദേവൻ തമ്പി ചോദിച്ചു. രാമൻകുട്ടിയെയും എൽദോസിനെയും കണ്ടുകിട്ടിയില്ല. വിജയരാഘവൻ അന്വേഷിക്കുന്നുണ്ട്. രാഘവൻ്റെ പല്ലിന് ശൗര്യം അല്പം കുറഞ്ഞിട്ടുണ്ടോ ധർമ്മ? അതെന്താ മുതലാളി അങ്ങനെ തോന്നാൻ? അവനൊരു ഉഷാറില്ലാത്ത പോലെ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അഴിച്ചുവിട്ട അൽസേഷൻ നായിയെ പോലെ നന്ദി കാണിക്കാൻ കുതിച്ചു പായേണ്ടവൻ ഞരങ്ങിമൂളി നിൽക്കുന്നു. ഇന്നലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചു. ഉറക്കക്ഷീണമാണെന്നാ പറഞ്ഞേ. എന്തോന്നുറക്കം? നമ്മൾ കയ്യിലോട്ട് എണ്ണിക്കൊടുക്കുമ്പോൾ കൈനീട്ടി മേടിക്കാൻ ഒരുറക്കക്ഷീണം ഇല്ലല്ലോ. ഏതായാലും കലേന്ദ്രനെ വിളിച്ച് ഞാൻ ശാന്തമ്പാറയിലാക്കിയിട്ടുണ്ട്. രാമൻകുട്ടി ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാ. കലേന്ദ്രൻ മിടുക്കനാ. ഒറ്റയ്ക്കല്ലല്ലോ. 8 പേരുണ്ട്. വേണ്ടതെല്ലാം കരുതിയിട്ടുണ്ട്. ഒരു ഇന്ദ്രനെ നേരിടാൻ മറ്റൊരു ഇന്ദ്രൻ. നോക്കാം. ഞാൻ ഇന്ന് തന്നെ മൂവാറ്റുപുഴയ്ക്ക് പോകും. ഇവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തേക്കണം. ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. മൂവാറ്റുപുഴയ്ക്ക് അർജൻറ്റായിട്ട് പോകാൻ? അവിടെ എന്തെങ്കിലും കുഴപ്പം? യശോദരയ്ക്ക് പെട്ടെന്നൊരു സുഖമില്ലായ്മ. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഫൽഗുനനാ പറഞ്ഞത്. പോയിട്ട് വരാം. 7 മണിയോടെ മഹാദേവൻ തമ്പി മൂവാറ്റുപുഴയ്ക്ക് തിരിച്ചു. കരുണൻ ഇതുവരെ വന്നിട്ടില്ല. നരേന്ദ്രൻ ഷെഡിൻ്റെ പിൻവാതിൽ തുറന്ന് വെളിയിലിറങ്ങി. നിലാവുണ്ടെങ്കിലും കൂരിരുട്ടാണ് വനത്തിനുള്ളിൽ. മരം വെട്ടിപ്പോയ ചില പഴുതുകളിൽ കൂടി മാത്രം ചന്ദ്രരശ്മികൾ അങ്ങിങ്ങ് വീഴുന്നത് കാണാം. മതികെട്ടാൻ മലനിരകൾക്കു മീതെ കൂടി കാറ്റടിച്ചു പോകുന്നുണ്ട്. കാറ്റലകളിൽ വൻവൃക്ഷങ്ങളുടെ മേലാപ്പ് ഉലയുന്നു. കടലിരമ്പം പോലെ ഒരു ശബ്ദമുണ്ടായി അകന്നകന്നു പോകുന്നു. നരേന്ദ്രൻ ഒരു ബീഡി കൊളുത്തി. ഡാനിയും അവൻ്റെ അരികിലേക്ക് വന്നു. നീ എന്താ നരേന്ദ്ര ഇവിടെ വന്ന് നിൽക്കുന്നേ? ഡാനി ചോദിച്ചു. എനിക്കൊരു പേടി. പേടിക്കാനൊന്നുമില്ല. കരുണന് നല്ല പരിചയമുള്ള സ്ഥലമാണ് ശാന്തമ്പാറ. കരുണനെ ആർക്കും പരിചയമില്ല താനും. അതാണൊരു മെച്ചം. ശാന്തമ്പാറ ശശിയുടെ ഷെഡിൽ ഒത്തുകൂടിയിരിക്കുകയാണ് സംഘാംഗങ്ങളെല്ലാം. ശശിയുമുണ്ട് കൂട്ടത്തിൽ. നരേന്ദ്രനും ഡാനിയും ഒരു ബീഡി വലിച്ചു തീരുന്നതുവരെ അവിടെ തന്നെ നിന്നു. പിന്നെ ഷെഡിലേക്ക് പോന്നു. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പലകവാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടു. കരുണനാ. തട്ടുന്നതിൻ്റെ താളം ശ്രദ്ധിച്ച് നരേന്ദ്രൻ പറഞ്ഞു. കുഞ്ഞുമോൻ ചെന്ന് വാതിൽ തുറന്നു. കരുണൻ അകത്ത് കടന്നു. മുറിക്കുള്ളിൽ വീഞ്ഞ പലക കൊണ്ടുണ്ടാക്കിയ ഒരു മേശമേൽ കൊളുത്തിവെച്ച മെഴുകുതിരിക്ക് ചുറ്റും കൂട്ടുകാർ അക്ഷമരായിരിക്കുന്നത് കരുണൻ കണ്ടു. നമ്മൾ ഉദ്ദേശിച്ച പോലെ പേടിക്കാനൊന്നുമില്ല. രാമൻകുട്ടിയും എൽദോയും കൂടി ഉടുമ്പൻചോലയ്ക്ക് പോയി. അവിടെ എവിടെയോ രാമൻകുട്ടിയുടെ ഒരു ബന്ധുവുണ്ട്. ശാന്തമ്പാറയിലെ സംഭവവികാസങ്ങൾ അറിഞ്ഞാലേ തിരിച്ചു വരൂ. പിന്നെ ശശി ഉത്കണ്ഠാഭരിതനായി. ശശിചേട്ടൻ്റെ വീട് ഇന്നലെ രാത്രി ധർമ്മരാജനും ഗുണ്ടകളും കൂടി വന്ന് ചവിട്ടിപ്പൊളിച്ചു. വീട്ടിനകത്ത് എന്തൊക്കെയോ തല്ലി തകർത്തു. അത് നമ്മൾ പ്രതീക്ഷിച്ചതാണല്ലോ. ആ എസ്ഐയുടെ കാര്യം എന്തായി? നമ്മുടെ ഭീഷണി ഏറ്റമട്ട. കഴിഞ്ഞ രാത്രിയിൽ എന്തൊക്കെയോ സംഭവിച്ചെന്ന് ധർമ്മരാജനോട് വിട്ടു പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. തമ്പിയുടെ ജീപ്പ് കണ്ടെടുത്തതല്ലാതെ കൂടുതൽ അന്വേഷണം ഒന്നും നടത്തിയിട്ടുമില്ല. അയാൾ ഇനി നമുക്കെതിരെ തൽക്കാലം ഒന്നും ചെയ്യില്ലെന്ന് കരുതാം. നമ്മുടെ ശക്തിയും വീര്യവും ഒന്നുകൂടെ ഒന്ന് തെളിയിച്ചു കൊടുത്താൽ മതി. രാമൻകുട്ടിക്ക് പകരം ധർമ്മരാജൻ വേറെ ആളെ വെച്ചോ?
കലേന്ദ്രൻ എന്ന പേരിൽ ഒരു തമിഴനെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അയാളുടെ സഹായത്തിന് ചെറിയൊരു ഗുണ്ടാ സംഘവും ഉണ്ട്. ഒഴിഞ്ഞു മാറാതെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതങ്ങ് തകർക്കുകയാണ്. പിടിച്ചു നിൽക്കാനുള്ള സമയം കൊടുക്കരുത്. എന്ന് മാത്രമല്ല, ഇനിയൊരുത്തൻ ശാന്തന്മാറയിൽ വന്ന് തമ്പിയുടെ ചാരായം വിൽക്കാൻ ധൈര്യപ്പെടുകയും ചെയ്യരുത്, ഡാനി പറഞ്ഞു. ശശിയേട്ടനാ സൂക്ഷിക്കേണ്ട. നരേന്ദ്രൻ ശാന്തമ്പാറ ശശിയെ നോക്കി. അയാളിരുന്ന് സിഗരറ്റ് പോയിക്കുകയാണ്. ശശിയേട്ടാ, പോലീസിൻ്റെ ഉപദ്രവം പേടിക്കണ്ട, അത് ഞങ്ങളേറ്റു. പിന്നെ വേണ്ടത് ആൾബലമാ. ശാന്തമ്പാറയിൽ വലിയ പുള്ളിയല്ലേ ശശിയേട്ടൻ? തോട്ടത്തിലും അല്ലാതെയും ഒക്കെയായിട്ട് കുറേ പണിക്കാരുള്ളതല്ലേ. 50 പേരെ കൂടെ നിർത്താൻ പറ്റില്ലേ? കുറച്ച് പണം മുടക്കിയാൽ മതി. ഒരു നാട്ടുരാജ്യം പിടിച്ചടക്കാനാണെന്ന് കരുതിക്കോണം. ശശി ആലോചനയിൽ മുഴുകി. എന്തായാലും ശശിയേട്ടന് ഇനി രക്ഷയില്ല. മുക്കോളം മുങ്ങി. നടന്ന സംഭവത്തിലെല്ലാം ശശിയേട്ടനും പങ്കുണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞു. നിരപരാധിയാണെന്ന് പറഞ്ഞ് കൈ കഴുകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞങ്ങളെ ഒറ്റുകൊടുക്കണം. അങ്ങനൊരു മണ്ടത്തരം എന്തായാലും ശശിയേട്ടൻ കാണിക്കില്ലല്ലോ. ഞാൻ എന്താ നരേന്ദ്ര ചെയ്യണ്ടേ? നമ്മൾ വിചാരിച്ചാൽ ഓടി വരാൻ 50 പേര് വേണം. വെറുതെ ആൾബലം കാട്ടാൻ വേണ്ടിയിട്ടാ, അല്ലാതെ അക്രമത്തിനൊന്നുമല്ല. അത് ഞാൻ നോക്കാം. ശാന്തമ്പാറയിൽ എനിക്ക് ഇത്തിരി പിടിപാടൊക്കെ ഉണ്ട്. ഒന്നുമില്ലേലും 5 കൊല്ലം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരുന്നവനാ ഞാൻ. കഴിഞ്ഞ തവണ തോറ്റുപോയെന്നേ ഉള്ളൂ. ആഹാ, എന്നിട്ടാണോ ജനസ്വാധീനമില്ലെന്ന് പറഞ്ഞ്? കൊള്ളാം, ഡാനി പറഞ്ഞു. മറ്റവൻ്റെ പേരെന്താണെന്നാ പറഞ്ഞത്? ഇറക്കുമതി ചെയ്ത തമിഴൻ്റെ? നരേന്ദ്രൻ ചോദിച്ചു. കലേന്ദ്രൻ. ആ, ഒരേ പ്രദേശത്ത് നരേന്ദ്രനും കലേന്ദ്രനും കൂടി വേണ്ട. ഏതെങ്കിലും ഒരു ഇന്ദ്രൻ മതി. എപ്പോഴാ പരിപാടി? കയ്യാങ്കളി മണത്ത കുഞ്ഞുമോൻ ചോദിച്ചു. നാളെ രാത്രി. തീർപ്പ് കൽപ്പിക്കുന്നത് പോലെ നരേന്ദ്രൻ പറഞ്ഞു. രാത്രി. പേത്തൊട്ടിയിലെ കടകളെല്ലാം അടഞ്ഞു കഴിഞ്ഞു. പേത്തൊട്ടി കോളനി മിക്കവാറും ഉറക്കം പിടിച്ചു. ഞണ്ടാറിൻ്റെ കരയിലേക്ക് അല്പം ഇറങ്ങിയിരിക്കുന്ന ബീഡി മുറുക്കാൻ പീടിക മാത്രം തുറന്നു വെച്ചിട്ടുണ്ട്. മഹാദേവൻ തമ്പിയുടെ ചാരായ വിൽപ്പന കേന്ദ്രമാണത്. രാത്രി 12 മണി കഴിഞ്ഞേ അത് അടയ്ക്കാറുള്ളൂ. മിനിഞ്ഞാന്ന് രാത്രി വരെ രാമൻകുട്ടിയായിരുന്നു ആ കടയിലിരുന്നത്. ഇന്ന് മറ്റാരൊക്കെയോ അവിടെ വന്നു ചേർന്നിരിക്കുന്നു. കടയ്ക്ക് പിന്നിലെ ചായപ്പിൽ ചീട്ടുകളി നടക്കുന്നുണ്ട്. ചാരായം ഒഴിച്ചു കൊടുക്കാനായി ഒരാൾ കടയ്ക്കുള്ളിലിരിക്കുന്നു. രാത്രി 11 മണി കഴിഞ്ഞ നേരത്ത് ഒരു വൃദ്ധൻ വന്ന് ഒരു ഗ്ലാസ് ചാരായം ചോദിച്ചു. കടയിലിരുന്നയാൾ അളന്നൊഴിച്ചു കൊടുത്തിട്ട് 25 രൂപ വാങ്ങി പെട്ടിയിലിട്ടു. രാമൻകുട്ടി ഇല്ലേ എന്ന് വൃദ്ധൻ ചോദിച്ചു. ഇല്ല, കടയിലിരുന്നയാൾ പറഞ്ഞു. എവിടെ പോയി? ഇന്നലെയും കണ്ടില്ലല്ലോ. രാമൻകുട്ടി പോയി. എവിടെയാണെന്ന് അറിയത്തില്ല. ഇനി ഞങ്ങളാ കട നടത്തുന്നേ. നിങ്ങളാരാ? രാമൻകുട്ടിയുടെ പകരക്കാരാ. യാരത്? ചായപ്പിൽ നിന്നൊരു പരുക്കൻ സ്വരം ഉയർന്നു. കലേന്ദ്രൻ എഴുന്നേറ്റ് കടയിലേക്ക് ചെന്നു. കുടിച്ചിട്ട് പോടേ. വൃദ്ധൻ പിന്നെ സംസാരിച്ചില്ല. കുടിച്ച ഗ്ലാസ് പലകത്തട്ടിൽ വെച്ചിട്ട് തിരിച്ചു നടന്നു. റോഡിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി കടയുടെ നേർക്ക് വന്നു. ഡാനിയായിരുന്നു അത്. ഒരു ഗ്ലാസ് താ, ഡാനി പറഞ്ഞു. രൂപയെട്. എത്രയാ? നീ എവിടുത്തുകാരനാ? കലേന്ദ്രൻ തിരക്കി. കുളമാവ്. ഇവിടെ എന്തിനു വന്നു? തോട്ടത്തിൽ പണിക്ക് വന്നതാ. ഏത് തോട്ടം? എന്തു പണി? അപ്പോഴേക്കും റോഡിൽ നിന്ന് 2 ചെറുപ്പക്കാരിലൊരാൾ വിളിച്ചു. ഡേയ്, വേഗം കുടിച്ചിട്ട് വാ, പോകണം. നിനക്ക് വേണോ? ഒരു ഗ്ലാസ് കുടിച്ചോടാ. ഡാനി റോഡിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. വേണ്ട. ഡാനി ചാരായം രുചിച്ചു നോക്കി. നല്ല സാധനമാ, വാ. ഡാനി വീണ്ടും റോഡിലേക്ക് വിളിച്ചു പറഞ്ഞു. കരണൻ കടയുടെ നേർക്ക് തിരിഞ്ഞു. കൂടെ ശങ്കറും. ഒരു ഗ്ലാസും കൂടി താ, ഡാനി കലേന്ദ്രനോട് പറഞ്ഞു. കൊട്. കലേന്ദ്രൻ ആഗതരെ നോക്കി നിന്നു. നിനക്ക് വേണോ? ഡാനി ശങ്കറോട് ചോദിച്ചു. വേണ്ട. അത് പറ്റില്ല, കുടിക്കണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? കുടിപ്പിക്കും മേടാ ഞാൻ നിന്നെക്കൊണ്ട്. ഡാനി ചൂടായി. ചായപ്പിലിരുന്ന് കളിച്ചുകൊണ്ടിരുന്നവർ ശ്രദ്ധിച്ചു. ഡാനി ഒരു ഗ്ലാസ് ചാരായം വാങ്ങി ശങ്കറിൻ്റെ നേർക്ക് നീട്ടി. വാങ്ങിച്ചു കുടിക്കടാ, അല്ലാതെ നീ ഇവിടുന്ന് പോവില്ല. ഞാൻ വാങ്ങിത്തന്ന നിനക്ക് എന്താ കുറച്ചിൽ? അങ്ങോട്ടും ഇങ്ങോട്ടും 1ഉം 2ഉം പറഞ്ഞ് ഉന്തും തള്ളുമായി. അടി നടക്കുന്നെങ്കിൽ അത് കാണാനായി ചീട്ടുകളിയിൽ മുഴുകിയിരുന്നവർ എഴുന്നേറ്റ് വന്നു. ഡാനി കൈ തീർത്ത് ശങ്കറിൻ്റെ തോളിൽ ആഞ്ഞടിച്ചു. വഴക്കുണ്ടാക്കരുത്, നമുക്ക് പോകാം. വഴക്കുണ്ടാക്കരുത്. കർണൻ തടസ്സം പിടിച്ചു. കർണനും കിട്ടിയടി. അയാൾ കയ്യിലിരുന്ന ഗ്ലാസ് ഭിത്തിയിൽ എറിഞ്ഞു പൊട്ടിച്ചു. എന്നിട്ട് ഡാനിയെ നേരിടാൻ ചെന്നു. കണ്ടു നിൽക്കുന്നവർക്ക് രസം പിടിച്ചു. ഈ സമയം ഞണ്ടാറ് മുറിച്ചു കിടന്ന നരേന്ദ്രനും കുഞ്ഞുമോനും ശാന്തമ്പാറ ശശിയുടെ 4-5 പണിക്കാരും അടങ്ങുന്ന സംഘം കടയുടെ പിന്നിലെത്തി.
പിന്നിലെ ചെറ്റവാതിൽ ചവിട്ടി പൊളിച്ച് അവർ ചായ്പിലേക്ക് ഇരച്ച് കയറി. അപ്പോൾ മാത്രമേ കലേന്ദ്രൻ്റെ സംഘത്തിന് അപകടം മനസ്സിലായുള്ളൂ. കലേന്ദ്രൻ എളിയിൽ നിന്നും കഠാര വലിച്ചൂരിക്കൊണ്ട് പിന്തിരിഞ്ഞു. നരേന്ദ്രൻ്റെയും സംഘത്തിൻ്റെയും കയ്യിൽ കണക്കൊപ്പിച്ച് അളന്നു മുറിച്ച് ഉരുമ്മിയെടുത്തിയ കാട്ടുകുറുവടികളുണ്ടായിരുന്നു. കടയ്ക്ക് മുന്നിൽ തമ്മിൽ കലഹിച്ചുകൊണ്ടിരുന്ന കരുണനും ശങ്കറും ഡാനിയും പൊടുന്നനെ പിന്നിൽ നിന്ന് കലേന്ദ്രനെയും സംഘത്തെയും ആക്രമിച്ചു. കലേന്ദ്രൻ്റെ കയ്യിലിരുന്ന കഠാര ഡാനിയുടെ കാൽപ്പത്തി കൊണ്ടുള്ള പ്രഹരത്തിൽ തെറിച്ചുപോയി. മറ്റുള്ളവർക്ക് ആയുധമെടുക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. കുഞ്ഞുമോൻ പിൻവാതിലിലൂടെ വെളിയിൽ ചാടുന്ന ശത്രുക്കളെ കാത്ത് കുറുവടി ഓങ്ങി പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അകത്തു നിന്നും കടയുടെ മുൻഭാഗത്തു നിന്നും അലർച്ചകളും അട്ടഹാസങ്ങളും കേൾക്കാമായിരുന്നു. പേത്തൊട്ടി കോളനി നിവാസികൾക്ക് ഓർക്കാപ്പുറത്ത് ഉറക്കം ഞെട്ടി. പ്രഭാതം. കോൺസ്റ്റബിൾ അയ്യപ്പനാണ് എസ്.ഐ. വിജയരാഘവനെ വിളിച്ചുണർത്തിയത്. അയ്യപ്പൻ ഒറ്റ ശ്വാസത്തിൽ വിജയരാഘവനെ വാർത്ത അറിയിച്ചു. താൻ സ്റ്റേഷനിലോട്ട് പൊയ്ക്കോ, ജീപ്പ് റെഡിയാക്കി നിർത്തിക്കോ, ഞാൻ പിറകെ വന്നേക്കാം. വിജയരാഘവൻ പറഞ്ഞു. അയ്യപ്പൻ പോയി. വിജയരാഘവൻ അരമണിക്കൂർ കൂടി കഴിഞ്ഞാണ് വേഷം മാറി ഇറങ്ങിയത്. സ്റ്റേഷനിലെത്തിയപ്പോൾ ജീപ്പ് റെഡി. അതിൽ കയറി നേരെ പേത്തൊട്ടി കോളനിയിലേക്ക്. അവിടെ ഞണ്ടാറിൻ്റെ കരയിലും റോഡിലുമായി വലിയൊരാൾക്കൂട്ടം ഉണ്ടായിരുന്നു. റോഡരികിൽ ജീപ്പ് നിന്നു. വിജയരാഘവനും മറ്റും പോലീസുകാരും ജീപ്പിൽ നിന്ന് ഇറങ്ങി. റോഡരികിൽ നിന്ന് ആൾക്കൂട്ടം വഴിമാറിക്കൊടുത്തു. എവിടെയാ? എസ് ഐ ആരോടെന്നില്ലാതെ ചോദിക്കുകയും ചുറ്റും നോക്കുകയും ചെയ്തു. ഒരാൾ ഞണ്ടാറിൻ്റെ കരയിലേക്ക് കൈ ചൂണ്ടി. അവിടെ കൂടി നിന്ന ആളുകൾ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. എസ് ഐയും പോലീസുകാരും അങ്ങോട്ട് കടന്നു ചെന്നു. അവിടെ ഇന്നലെ രാത്രി വരെ ചാരായം വിറ്റിരുന്ന മുറുക്കാൻ കട തകർന്ന തരിപ്പണമായി കിടന്നിരുന്നു. മേൽക്കൂര കാട്ടാനകൾ വലിച്ചിളക്കി നിലത്തടിച്ച് നശിപ്പിച്ച പോലെ ചിതറി കാണപ്പെട്ടു. കടയുടെ മൺഭിത്തികൾ ഇടിച്ചു നിരത്തിയിരുന്നു. കുപ്പികളും ഗ്ലാസുകളും കന്നാസുകളും കടയ്ക്കുള്ളിൽ പൊട്ടിച്ചിതറിക്കിടക്കുന്നു. ബെഞ്ചും ഡെസ്കും കസേരയും കയറ്റുകട്ടിലും കണ്ണാടി അലമാരിയും തകർന്ന നാമാവശേഷമായി. അന്തരീക്ഷത്തിൽ വാറ്റുചാരായത്തിൻ്റെ ഗന്ധം തങ്ങി നിന്നു. കടയ്ക്കുള്ളിൽ കലേന്ദ്രൻ്റെ ശരീരം കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ അനക്കമറ്റു കാണപ്പെട്ടു. കടയുടെ മുമ്പിൽ തകർന്ന ഇഷ്ടികൾക്കു മീതെ കൈകൊണ്ട് ചുവപ്പ് മഷിയിൽ എഴുതിയൊരു പോസ്റ്റർ. മഹാദേവൻ തമ്പിയുടെ ചാരായം വിൽക്കരുത്, വാങ്ങരുത്, കുടിക്കരുത്. ഒരു ജീപ്പ് കൂടി റോഡരികിൽ വന്നു നിന്നു. വെള്ളിക്കുളം എസ്റ്റേറ്റ് വക ജീപ്പായിരുന്നു അത്. ധർമ്മരാജനും വാസനും ജീപ്പിൽ നിന്നിറങ്ങി. അവർ തകർന്ന കടയുടെ നേർക്ക് ഉത്കണ്ഠാകുലരായി നടന്നു വന്നു. കടയ്ക്കുള്ളിൽ കിടന്ന കലേന്ദ്രൻ്റെ രക്തം പുരണ്ട ശരീരം കണ്ട് ധർമ്മരാജൻ കണ്ണ് ചിമ്മി. പോസ്റ്റർ ധർമ്മരാജനും വായിച്ചു. മഹാദേവൻ തമ്പിയുടെ ചാരായം വിൽക്കരുത്, വാങ്ങരുത്, കുടിക്കരുത്. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ. എസ്.ഐ. രാജശേഖരൻ ഊണ് കഴിക്കാനായി ടൗണിലേക്ക് ഇറങ്ങാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോഴാണ് വിജയരാഘവൻ നേരെ റൂമിലേക്ക് കയറി ചെന്നത്. അവർ തമ്മിൽ മുമ്പ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ അതിപരിചയമൊന്നുമില്ലായിരുന്നു. രാജശേഖരന് വിജയരാഘവൻ്റെ അപ്രതീക്ഷിതമായ വരവിൽ അതിയായ ആശ്ചര്യമുണ്ടായി. ഇതൊരു സർപ്രൈസ് വിസിറ്റാണല്ലോ. ഇരിക്കൂ വിജയരാഘവൻ. താങ്ക് യു. വിജയരാഘവൻ ഇരുന്നു. എന്താണീ വഴിയൊക്കെ? നെടുങ്കണ്ടം കോടതിയിൽ ഇന്നൊരു കേസുണ്ടായിരുന്നു. മോഷണക്കേസാ. പ്രതിയെയും കൊണ്ട് വന്നതാ. തിരിച്ചു പോകുന്നതിന് മുമ്പ് താങ്കളെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എൻ്റെ സഹായം വല്ലതും ആ കേസിൽ ആവശ്യമുണ്ടോ? സഹായം വേണം, പക്ഷേ ഈ കേസിലല്ല. പിന്നെ പറയാം. ശാന്തമ്പാറയിൽ ഇന്നലെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടായെന്ന് കേട്ടല്ലോ. ശരിയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ഞാൻ താങ്കളെ കാണാൻ വന്നത്. പറഞ്ഞോ വിജയരാഘവ. മഹാദേവൻ തമ്പിയെ അറിയുമല്ലോ അല്ലേ? കൊള്ളാം, അറിയുമോന്ന്. അയാൾക്കൊരു ശത്രു തല പൊക്കിയിട്ടുണ്ട്. പേര് നരേന്ദ്രൻ. രാജശേഖരൻ്റെ മുഖം വിളറി. അയാൾ വിജയരാഘവനെ സൂക്ഷിച്ചു നോക്കി. താങ്കളുടെ സ്റ്റേഷൻ പരിധിയിൽ അയാൾ ചില അതിക്രമങ്ങളൊക്കെ കാണിച്ചതായിട്ട് കേട്ടു. ഒരു കൊലക്കേസിൽ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന സുഗതൻ എന്നൊരാളുടെ ഭാര്യയെയും മക്കളെയും ഭീഷണിപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ അങ്ങനെ എന്തോ. ശരിയാണ്. രാജശേഖരൻ സമ്മതിച്ചു. താങ്കൾ അതിനെതിരെ വല്ലതും ചെയ്തിരുന്നോ? സത്യം പറഞ്ഞാൽ അവരെ ഉപദ്രവിക്കുകയല്ല, സഹായിക്കുക അയാൾ ചെയ്തത്. ആ കൊലക്കേസിലെ വാദവിഭാഗത്തിൻ്റെ ആൾക്കാർ ആ സ്ത്രീകളെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. അയാളും ചില കൂട്ടുകാരും ചേർന്ന് അവരെ നിലയ്ക്ക് നിർത്തി മറ്റവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ആ പെണ്ണുങ്ങളുമായിട്ട് അയാൾക്ക് എങ്ങനെയാ പരിചയം? സുഗതനോടൊപ്പം നരേന്ദ്രനും ഉണ്ടായിരുന്നു ജയിലിൽ. അവിടെ വെച്ചുള്ള പരിചയമാ. രാജശേഖരൻ പറഞ്ഞു. താങ്കൾ അയാൾക്കെതിരെ ആക്ഷനൊന്നും എടുത്തില്ലേ? മഹാദേവൻ തമ്പിക്ക് അങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു.
പക്ഷേ ഞാൻ നിന്നുകൊടുത്തില്ല. എന്താ അതിന് കാരണം? വിജയരാഘവൻ നെറ്റി ചുളിച്ചു. കുറച്ചൊക്കെ ന്യായം നമ്മളും നോക്കണ്ടേ? മഹാദേവൻ തമ്പിയാണത്രേ അവൻ്റെ കുടുംബം നശിപ്പിച്ചത്. അവനെ ചതിച്ച് ജയിലിലാക്കിയതും അയാളാണ്. ഒരടിക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുമല്ലോ. അവൻ അതിനായിട്ട് ഉരുമ്പെട്ട് വന്നിരിക്കുക. പിടിക്കാനത്ര എളുപ്പമല്ല. അവൻ എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല, രാജശേഖരൻ വിശദീകരിച്ചു. ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ശാന്തമ്പാറയിൽ ഇന്നലെ രാത്രി ഉണ്ടായ കുഴപ്പത്തിന് പിന്നിലും അവനാണെന്നൊരു ഊഹമുണ്ട്. തമ്പിയുടെ ആൾക്കാർ വാറ്റുചാരായം വിൽപ്പന നടത്തി വന്ന കട അവനും സംഘവും ചേർന്ന് തകർത്തു. തമ്പിയുടെ ഗുണ്ടകളെ അടിച്ച് നിലംപരിശാക്കി. അതിലൊരുത്തൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ധർമ്മരാജനാണോ? അല്ല, ഒരു തമിഴൻ, കലേന്ദ്രൻ. ഒടിയാത്ത ഒരെല്ല് പോലുമില്ല അവൻ്റെ ദേഹത്ത്. ജീവൻ തിരിച്ചു കിട്ടിയാൽ തന്നെയും ആയുസിൽ അവനിനി എഴുന്നേറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല. പോലീസ് അവിടെ ചെല്ലുന്നതുവരെ അതൊരു ശവമാണെന്ന ആളുകൾ വിചാരിച്ചത്. അയാളുടെ കൂടെ ഉണ്ടായിരുന്നവർക്കും പുതിരെ കിട്ടി. എല്ലുകൾക്ക് പൊട്ടലോ ഒടുവോ എല്ലാവർക്കുമുണ്ട്. കേസ് അന്വേഷിക്കേണ്ടത് ഞാനാണല്ലോ. നരേന്ദ്രനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനാണ് ഞാൻ താങ്കളെ സമീപിച്ചത്. വേറെന്ത് ഡീറ്റെയിൽസ്? പ്രതികാരത്തിൻ്റെ ലഹരി തലയ്ക്ക് പിടിച്ച ഒരു ക്രിമിനൽ. ലക്ഷ്യം നേടാൻ വേണ്ടി അവൻ എന്ത് ഹീനകൃത്യവും ചെയ്യും. അവനെപ്പോലെ ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത കുറച്ച് പേരുണ്ട് അവൻ്റെ കൂടെ. അവൻ്റെ കേസ് അന്വേഷിക്കുമ്പോൾ അല്പം സൂക്ഷിക്കണം. പിടിച്ചാൽ പിടിവിടരുത്. ആ സംഘത്തെ ഒന്നടങ്കം പിടിക്കുകയും വേണം. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പിഴ പറ്റിയാൽ പിന്നെ അവർ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും രണ്ടുപേർക്കും കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഫൽഗുനൻ ഫോണിൽ അറിയിച്ചതുപോലെ നിസ്സാരമൊന്നും ആയിരുന്നില്ല യശോധരയുടെ അവസ്ഥ. പിറ്റേന്ന് തന്നെ തിരിച്ച് വെള്ളിക്കുളം എസ്റ്റേറ്റിലേക്ക് മടങ്ങാമെന്ന് വിചാരിച്ചാണ് മഹാദേവൻ തമ്പി മൂവാറ്റുപുഴ എത്തിയത്. വീട്ടിൽ ചെന്നപ്പോൾ യശോധരയെ എറണാകുളത്തിന് കൊണ്ടുപോയി എന്നറിഞ്ഞു. ഉടൻ തന്നെ തമ്പി എറണാകുളത്തേക്ക് പാഞ്ഞു. എറണാകുളത്തെ മെഡിക്കൽ മിഷനിലായിരുന്നു യശോധരയെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. തമ്പി ചെല്ലുമ്പോൾ യശോധര ICUവിലാണ്. ഫൽഗുനൻ തമ്പിയും പ്രസന്നൻ തമ്പിയും ഹോസ്പിറ്റലിലുണ്ട്. ഫൽഗുനൻ തമ്പിയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഉച്ചതിരിഞ്ഞ് TV കണ്ടുകൊണ്ടിരിക്കെ സോഫായിലിരുന്ന് മയങ്ങി. ഉണരുമ്പോൾ വലത് കൈ അനങ്ങുന്നില്ല. തൊട്ടുനോക്കി. സ്പർശനവും അറിയുന്നില്ല. മരവിപ്പ് ശരീരത്തിൻ്റെ വലതുപാർശ്വം മുഴുവൻ വ്യാപിച്ചു. എണീറ്റപ്പോൾ വീണുപോയി. തോളലൊടിഞ്ഞു. പക്ഷേ അതാദ്യം അറിഞ്ഞില്ല. മൂവാറ്റുപുഴയിലെ ഡോക്ടർ പരിശോധിച്ചിട്ട് വേഗം എറണാകുളത്തേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ നിർദ്ദേശിച്ചു. എറണാകുളത്ത് എത്തുമ്പോഴേക്കും ഒരു വശം പാടെ തളർന്നു. മുഖം കോടിപ്പോയി. തലച്ചോറിലേക്ക് കൂടി മരവിപ്പ് ബാധിക്കും മുമ്പേ വിദഗ്ധ ഡോക്ടർമാരുടെ പരിചരണം ലഭിച്ചു. അതിനാൽ ജീവൻ നിലനിൽക്കുന്നുണ്ട്. മഹാദേവൻ തമ്പി ഡോക്ടറെ കണ്ടു സംസാരിച്ചു. പാരാലിസിസ് ആണെന്ന് ഡോക്ടർ വെളിപ്പെടുത്തി. പിറ്റേന്ന് രാവിലെ തന്നെ കൂത്താട്ടുകുളത്തു നിന്ന് ശൈലജയും മകനും ആശുപത്രിയിൽ എത്തിച്ചേർന്നു. 9 മണിക്ക് വെള്ളിക്കുളം എസ്റ്റേറ്റിൽ നിന്ന് മഹാദേവൻ തമ്പിയുടെ മൊബൈൽ ഫോണിലേക്ക് ധർമ്മരാജൻ്റെ ഫോൺ വന്നു. തമ്പി റൗണ്ട്സിന് വന്ന ഡോക്ടറോടൊപ്പം ICUവിൽ കയറിയതിനാൽ ശൈലജയാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. ശൈലജ നീളൻ കോറിഡോറിൻ്റെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് മാറി നിന്നിട്ട് സെൽഫോൺ കാതോട് ചേർത്ത് പിടിച്ചു. ഹലോ ഹലോ, ഇതാരാ ഫോൺ എടുത്തിരിക്കുന്നേ? മറുവശത്തെ പരിക്കൻ സ്വരം ആരുടേതാണെന്ന് ശൈലജയ്ക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ ശൈലജയാ. തമ്പി മുതലാളിയില്ലേ? നിങ്ങൾ ആരാണെന്ന് പറയൂ. ധർമ്മരാജൻ, വെള്ളിക്കുളം എസ്റ്റേറ്റിൽ നിന്നാ. ഇപ്പോൾ ധർമ്മരാജൻ്റെ സ്വരം അവൾക്ക് കിട്ടി. രോഗിയെ കിടത്തിയ സ്ട്രെച്ചർ തള്ളിക്കൊണ്ട് 2 അറ്റൻഡർമാർ കോറിഡോറിലൂടെ വരുന്നത് കണ്ട് ശൈലജ ഭിത്തിയോട് ചേർന്ന് ഒതുങ്ങി നിന്നു. തമ്പി മുതലാളിയില്ലേ? ഉണ്ടല്ലോ, ഡോക്ടറോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. എവിടെയാണിത്? ഞങ്ങൾ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ. മുതലാളിയെ അർജൻറ്റായിട്ടൊന്ന് കിട്ടണമല്ലോ. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങനെ പറയാനുള്ളതല്ല, മുതലാളിയെ ലൈനിൽ കിട്ടണം. എങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചാൽ മതി. ശൈലജ ഈർഷ്യയോടെ ലൈൻ ഡിസ്കണക്ട് ചെയ്തു. ഫൽഗുനൻ തമ്പിയുടെ അരികെ നിൽക്കുകയായിരുന്ന ശൈലജയുടെ മോൻ അവളുടെ അടുത്തേക്ക് വന്നു. ആരാ മമ്മി വിളിച്ചേ? പപ്പയാണോ? അല്ല, വേറൊരാൾ. മോൻ അങ്കിളിൻ്റെ അടുത്ത് പോയി നിന്നു. അവൾ ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിനടുത്തേക്ക് നീങ്ങി. മഹാദേവൻ തമ്പി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ശൈലജ മൊബൈൽ ഫോൺ അയാളെ ഏൽപ്പിച്ചു. അച്ഛന് കോളുണ്ടായിരുന്നു. ആരായിരുന്നു മോളെ? എസ്റ്റേറ്റിൽ നിന്ന് ധർമ്മരാജൻ. എന്തോ അർജൻറ്റ് മാറ്ററാണെന്ന് പറഞ്ഞു. 10 മിനിറ്റിനകം വിളിച്ചേക്കും. മഹാദേവൻ തമ്പി സെൽഫോണുമായി നടന്ന് സ്റ്റെയർകേസിനടുത്തേക്ക് പോയി. ശൈലജയുടെ മകൻ വീണ്ടും അവളുടെ അടുത്തെത്തി. എനിക്ക് ദാഹിക്കണു, അവൻ പരാതിപ്പെട്ടു. അവൻ ഉടൻ പെപ്സി വാങ്ങിക്കൊടുക്കണമെന്ന് ശാഠ്യം പിടിച്ചു.
മോൻ അങ്കിളിനോട് പറ, മമ്മി വാങ്ങി തന്നാൽ മതി. അവൻ അവളുടെ കൈ പിടിച്ചു വലിച്ചു. ഗത്യത്തരമില്ലാതെ ശൈലജ അവനെയും കൂട്ടി നടന്നു. സ്റ്റെയർ കേസിനടുത്തെത്തിയപ്പോൾ 2-3 പടികൾക്ക് താഴെ ഭിത്തിയോട് ചേർന്ന് മഹാദേവൻ തമ്പി നിൽക്കുന്നത് കണ്ടു. അയാൾ ഫോണിലൂടെ സംസാരിക്കുകയായിരുന്നു. ഞാൻ ഫൽഗുനനെ അങ്ങോട്ട് അയക്കാൻ ധർമ്മ. എനിക്കിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. ഞാൻ പറഞ്ഞില്ലേ യശോധര. പിന്നെ 2 നിമിഷത്തെ മൗനം. അതിനുശേഷം, അന്നെനിക്ക് പറ്റിയ ഒരു കൈത്തറ്റ. എൻ്റെ മോള് പറഞ്ഞ ഒരു വാക്ക്. അല്ലെങ്കിൽ ഇന്ന് അവൻ ജീവിച്ചിരിക്കില്ല. ധർമ്മ, നീ അവനെ നിസാരമായിട്ട് കാണരുത്. ചാരായം വിൽക്കുകയല്ല അവൻ്റെ ലക്ഷ്യം. എന്നോട് പ്രതികാരം ചെയ്യാനാണ് അവൻ കച്ച കെട്ടിയിരിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്. നരേന്ദ്രനെതിരെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഓരോ പരാതി കൊടുത്തിട്ടേക്ക്. ഓക്കെ. സെൽഫോൺ ഓഫ് ചെയ്തിട്ട് മഹാദേവൻ തമ്പി തിരിഞ്ഞപ്പോൾ ശൈലജയും മകനും മുമ്പിൽ. അയാളുടെ മുഖം വിളറി. മോൾ എങ്ങോട്ടാ? മോന് കോള കുടിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ ഫോൺ ചെയ്യുകയായിരുന്നു അല്ലേ? അതെ, ധർമ്മരാജനായിരുന്നു. എന്താ അച്ഛാ അവിടെ വിശേഷം? ഒന്നുമില്ല. എസ്റ്റേറ്റ് അല്ലേ മോളെ, എപ്പോഴും ഓരോ പ്രശ്നങ്ങളാ. മോന് കോള വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഞാൻ കൊണ്ടുപോവില്ലേ? നീ വെറുതെ മെനക്കെടണ്ട. തമ്പി കുട്ടിയെയും കൂട്ടി കോണിപ്പടി ഇറങ്ങി താഴേക്ക് പോയി. ശൈലജ അവിടെ തന്നെ നിന്നു. നരേന്ദ്രൻ ഒരു മഴക്കാല രാത്രിയും പ്രകൃതിക്ഷോഭവും പ്രളയജലവും കാടിന് നടുവിലെ പ്രാകൃതമായ സ്വാതന്ത്ര്യവും എല്ലാം അവളുടെ സ്മരണയിലേക്ക് ഇരമ്പി കയറി. നരേന്ദ്രൻ ഇപ്പോൾ എവിടെയുണ്ട്? ഹൈറേഞ്ചിലോ? പ്രതികാരം ചെയ്യാനെത്തിയിരിക്കുകയാണെന്ന്. ആരോടാണ് പ്രതികാരം? അച്ഛനോടോ? മഹാദേവൻ തമ്പി കുട്ടിയെയും കൂട്ടി തിരിച്ചെത്തുമ്പോഴും ശൈലജ സ്റ്റെയർ കേസിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. മോൾ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? മഹാദേവൻ തമ്പി സംശയത്തോടെ അവളോട് ചോദിച്ചു. അച്ഛൻ വരാൻ കാത്തു നിന്നതാ. മോൻ വല്ല വഴക്കമുണ്ടാക്കിയെങ്കിലോ എന്ന് കരുതി. അവൻ എന്തു വഴക്കുണ്ടാക്കാൻ? ഈ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെക്കാൾ എത്രയോ ശാന്തനാണവൻ. വൈശാഖനെപ്പോലെ തന്നെ. എന്നാലും ചിലപ്പോൾ അവന് ചില ദുശാഠ്യങ്ങളൊക്കെ ഉണ്ടച്ചാ. സ്റ്റെപ്പുകൾ ഒന്നൊന്നായി കയറി മുകളിലെത്തിയ കുട്ടി വീണ്ടും അടുത്ത നിലയിലേക്കുള്ള പടി കയറാൻ തുടങ്ങി. വിജയ്, ശൈലജ വിളിച്ചു. അവനത് കേട്ടുവെന്ന് തോന്നിയില്ല. 1 2 3 4 5 6 പടികൾ എണ്ണി അവൻ കയറിക്കൊണ്ടിരുന്നു. ജയ്മോനെ, മഹാദേവൻ തമ്പിയും വിളിച്ചു. അവൻ പാതി വഴിക്കുള്ള ലാൻഡിങ്ങിൽ എത്തിയ ശേഷം അവരെ നോക്കി ചിരിച്ചുകൊണ്ട് മറുഭാഗത്തെ പടികളിലൂടെ താഴേക്ക് ഇറങ്ങി വന്നു. നിനക്ക് ഈയിടെ വാശിയും കുസൃതിയും ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ മര്യാദക്കാരനും. ശൈലജ മകനെ ശാസിച്ചു. മഹാദേവൻ തമ്പി കോറിഡോറിലൂടെ നടന്നുപോയി. ICUവിന് മുന്നിൽ കാത്തു നിന്നിരുന്ന ആൺമക്കളെ 2 പേരെയും വിളിച്ച് മാറ്റി നിർത്തി. മൂന്നാറിലെ എസ്റ്റേറ്റിൽ ചില കുഴപ്പങ്ങളൊക്കെയുണ്ട്. യശോധര ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റില്ലെന്നറിയാലോ. നിങ്ങളിൽ ആരെങ്കിലും പോകണം. എന്താച്ചാ അവിടെ കുഴപ്പം? ഫൽഗുനൻ തമ്പി ചോദിച്ചു. ആ പഴയ നരേന്ദ്രൻ തിരിച്ചു വന്നിട്ടുണ്ട്. വെറും നീർക്കോലിയാ. എന്നാലും അവനെൻ്റെ ചെറുവിരലിലൊന്ന് കടിച്ചു. ഒരു ദിവസത്തെ അത്താഴം മുടങ്ങിയില്ലേ? ഇനി അങ്ങനെ സംഭവിക്കരുതെന്ന് ഞാൻ ധർമ്മരാജനോട് പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രൻ എന്ന് പറയുമ്പോൾ പണ്ട് ശൈലയുടെ പ്രശ്നത്തിൽ? ഫൽഗുനൻ തമ്പി സംശയിച്ച് ചോദിച്ചു. അതുതന്നെ. അന്ന് ധർമ്മൻ വെള്ളിക്കുളം ടൂറിസ്റ്റ് ഹോമിൻ്റെ മുകളിൽ നിന്ന് അവനെ എടുത്ത് താഴോട്ടിടാൻ ഒരുങ്ങിയതാ. ശൈലജ എൻ്റെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞതുകൊണ്ടാണ് ഞാനൊരു ഇളവ് കൊടുത്തത്. അന്നത്തെ ഞാഞ്ഞൂളിന് ഇപ്പം ചെറിയൊരു പത്തിയും ഒരു തുള്ളി വിഷവും. ഞാൻ പോകാം അച്ഛാ, പ്രസന്നൻ തമ്പി പറഞ്ഞു. ഫൽഗുനൻ പോകട്ടെ, അവനല്ലേ മൂപ്പും പരിചയവും കൂടുതൽ, മഹാദേവൻ പറഞ്ഞു. പ്രസന്നന് നിരാശയായി. വെള്ളിക്കുളം എസ്റ്റേറ്റിൽ ചെന്നാൽ ധർമ്മരാജന് ഒരുക്കിക്കൊടുക്കുന്ന ചില അടിസ്ഥാന സൗകര്യങ്ങളോട് പ്രസന്നനും ഫൽഗുനനും വല്ലാത്തൊരു പ്രതിപത്തി തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ ഫൽഗുനൻ തന്നെ വെള്ളിക്കുളം എസ്റ്റേറ്റിലേക്ക് പോകാമെന്ന് തീരുമാനമായി. അയാൾ അപ്പോൾ തന്നെ മൂവാറ്റുപുഴയ്ക്ക് പോയി. ഭാര്യ സുചിത്രയെ കണ്ട് വിവരം പറഞ്ഞു. എസ്റ്റേറ്റിൽ എന്തൊക്കെയോ തൊഴിൽ കുഴപ്പങ്ങൾ. അച്ഛന് പോകാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ. അതുകൊണ്ട് എന്നോട് പോകാൻ പറഞ്ഞു. സുചിത്രയ്ക്ക് അതത്ര ഇഷ്ടമായില്ല. എസ്റ്റേറ്റിലോട്ട് പോകാനുള്ള ഉത്സാഹം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. നിനക്ക് എന്തറിയാമെന്നാ? അല്ലെങ്കിൽ പിന്നെ പ്രസന്നനെ വിട്ടുകൂടെ? അവൻ പോയി എൻജോയ് ചെയ്യട്ടെ. കല്യാണം പോലും കഴിക്കാത്തവനല്ലേ. അവന് ഭാര്യ ഉത്തരവാദിത്വം ഒന്നുമില്ലല്ലോ. അവൻ പോയാൽ ശരിയാവില്ല. എടുത്തുചാട്ടക്കാരനാ. കോഴിക്കോട് ഒരു ഡോക്ടർ ഉണ്ടെന്ന് കേട്ടു. ഈ ആഴ്ച കോഴിക്കോട്ട് പോയി ആ ഡോക്ടറെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് അമ്മയുടെ അസുഖം. ഇനി ഒരു ഡോക്ടറെയും കാണണ്ട. കുറേ കണ്ടതല്ലേ, നമുക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടും. അതെങ്ങനാ? മദ്യപാനം കുറിക്കാൻ പറഞ്ഞാൽ ഫൽഗുനം കേൾക്കില്ലല്ലോ. ഡോക്ടർമാരെല്ലാം പ്രത്യേകം പറഞ്ഞതല്ലേ. അവർക്ക് ചുമ്മാ പറഞ്ഞാൽ മതി. വിവരദോഷികൾ. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും കുട്ടികളില്ലാത്തതിൻ്റെ നിരാശയിലും ദുഃഖത്തിലുമാണ് സുചിത്ര. ഞാൻ ഇന്ന് തന്നെ പോകും എസ്റ്റേറ്റിലോട്ട്. ഇഷ്ടം പോലെ ചെയ്തു. എനിക്കിനി ഒന്നും പറയാനില്ല. ഫൽഗുനൻ തമ്പി അന്ന് സന്ധ്യയോടെ വെള്ളിക്കുളം എസ്റ്റേറ്റിലേക്ക് തിരിച്ചു. ഫൽഗുനൻ വരുമെന്നറിഞ്ഞ് ധർമ്മരാജൻ എങ്ങും പോകാതെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ തന്നെ കാത്തു നിന്നു.
രാത്രി 8 മണിയോടെ ഫൽഗുനൻ തമ്പി ബംഗ്ലാവിൽ എത്തിച്ചേർന്നു. കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ധർമ്മരാജൻ കാര്യത്തിലേക്ക് കടന്നു. പേത്തൊട്ടി കോളനി ഏതാണ്ട് കൈവിട്ട് പോയി കഴിഞ്ഞു. നമ്മുടെ രാമൻകുട്ടി മറുപക്ഷം ചേർന്നു. 1000-ഓളം കുടുംബങ്ങളുള്ള കോളനിയാ പേത്തൊട്ടി. മിക്കവാറും എല്ലാവരും തമിഴന്മാർ, കണ്ണടച്ച് ചാരായം മോതുന്നവർ. അത് കൈവിട്ടു പോയി എന്നറിഞ്ഞാൽ അതിനർത്ഥം അവൻ ചുവടുറപ്പിച്ചെന്നാ. പോലീസ് നോക്കിയിട്ട് അവന്മാരെ പിടിക്കാൻ പറ്റുന്നില്ലേ? പിടി കിട്ടുന്നില്ലെന്നാണ് ശാന്തപാറ പോലീസ് പറയുന്നത്. പേത്തൊട്ടി തിരിച്ചു പിടിക്കാൻ എന്താ വഴി? ശക്തമായ തിരിച്ചടി, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പേത്തൊട്ടി കൈവിട്ട് കളഞ്ഞാൽ പുറകെ ശാന്തമ്പാറയിലും അവർ ചുവടുറപ്പിക്കും. ഇപ്പം തന്നെ ഞണ്ടാർമിട്ടും ഉച്ചിലിക്കുത്തിയും അവന്മാരുടെ ചാരായമാ വിഴുങ്ങുന്നേ. ശാന്തമ്പാറ പോയാൽ ആ കൂടെ ചേരിയാറ്, ഗൂഡംപാറ, രാജംപാറ, കഞ്ചിപ്പാറ, വെള്ളക്കല്ല്, സേനാപതി എല്ലാം പോകും. പൂപ്പാറയായിരിക്കും അവരുടെ അടുത്ത ലക്ഷ്യം. അത്രയ്ക്ക് കേവനാണോ അവൻ നരേന്ദ്രൻ? അവൻ്റെ പിന്നിൽ ആളുണ്ട്. വലിയ സന്നാഹങ്ങളോടെ അവൻ്റെ പടയൊരുക്കം. ഇത് വാറ്റുചാരായ ബിസിനസ്സാ. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. എന്താന്ന് വെച്ചാൽ നമുക്ക് ആലോചിച്ച് ചെയ്യാൻ ധർമ്മരാജ, ഫൽഗുനൻ തമ്പി പറഞ്ഞു. രാത്രി SI വിജയരാഘവൻ ക്വാർട്ടേഴ്സിലേക്ക് ജീപ്പിലാണ് എത്തിയത്. ക്വാർട്ടേഴ്സിന് മുൻപിൽ വിജയരാഘവനെ ഇറക്കിയിട്ട് ജീപ്പ് തിരിച്ചുപോയി. വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ ഭാവിക്കുകയായിരുന്നു വിജയരാഘവൻ. സാർ, മുറ്റത്തുനിന്ന് വിളിയച്ച. വിജയരാഘവൻ തിരിഞ്ഞു നോക്കി. കൈലി മടക്കി കുത്തി തലയിലൊരു തോർത്ത് വട്ടം കെട്ടി ഒരാൾ നിൽക്കുന്നു. തീപ്പെട്ടിയുണ്ടോ സാർ? മുറ്റത്തുനിന്ന് ഇറിയത്തേക്ക് വന്നപ്പോഴാണ് വിജയരാഘവൻ ആളെ തിരിച്ചറിഞ്ഞത്. നരേന്ദ്രൻ. തീപ്പെട്ടിയില്ലേ? ബീഡി കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അകത്ത് കാണും, വിജയരാഘവൻ പറഞ്ഞു. അയാളോടൊപ്പം നരേന്ദ്രൻ്റെ മുറിയിൽ പ്രവേശിച്ചു. വാതിലടച്ച് ബോൾട്ട് ഇട്ടു. വിജയരാഘവൻ മേശവലിപ്പിനുള്ളിൽ നിന്ന് തീപ്പെട്ടി എടുത്തു കൊടുത്തു. നരേന്ദ്രൻ എളിയിൽ നിന്ന് ഒരു നോട്ടുകെട്ട് എടുത്ത് വിജയരാഘവൻ്റെ മേശപ്പുറത്ത് വെച്ചു. 100ൻ്റെ കുത്തുകളായിരുന്നു അത്. മാസപ്പടി നരേന്ദ്രൻ ആദ്യമായിട്ട് തരുന്നത്. വിജയരാഘവൻ ആ നോട്ടുകെട്ടുകളിലേക്ക് നോക്കി. ഉണ്ടായിട്ടല്ല തരുന്നേ, ഉണ്ടാക്കി തരുക. നരേന്ദ്രൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഡീസൻ്റായിട്ട് നിൽക്കാൻ വേണ്ടിയാ. ഇത് വേണ്ട, വിജയരാഘവൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അത് ധിക്കാരമായി പോകും. മഹാദേവൻ തമ്പി തരുന്ന മാസപ്പടി മേടിച്ചോ, പക്ഷെ കൂറ് എന്നോടായിരിക്കണം. നരേന്ദ്രൻ ഒരു കസേര നീക്കിയിട്ടിരുന്നു. തീപ്പെട്ടി ഉരച്ചു ബീഡി കൊളുത്തി. വിജയരാഘവൻ വഴങ്ങാൻ മടിച്ച് നരേന്ദ്രനെ നോക്കി. ഒരു സാധാരണ ചെറുപ്പക്കാരൻ. ഒരു പ്രത്യേകതയും തോന്നിയില്ല. ഒറ്റയ്ക്കേ ഉള്ളൂ താനും. ഇവനെ കീഴടക്കാൻ തനിക്ക് പറ്റില്ലേ? രാജശേഖരൻ പറഞ്ഞ വാക്കുകൾ അയാൾ ഓർത്തു. പിടിക്കുമ്പോൾ കൂട്ടത്തോടെ പിടിക്കണം, ഉന്മൂലനം ചെയ്യണം. നരേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ ഓർത്തു. പിടിച്ചാൽ കൊന്നു കളഞ്ഞേക്കണം. രാമൻകുട്ടി തിരിച്ചു വന്നതും ഞങ്ങളുടെ ചാരായം വിറ്റ് തുടങ്ങിയതും സാർ അറിഞ്ഞു കാണുമല്ലോ? അറിഞ്ഞു. ഞങ്ങൾ വളരെ സംഘടിതമായിട്ടാ. പേത്തൊട്ടി ഞങ്ങളുടെ കയ്യിലായി. ഇനി ശാന്തമ്പാറ, അത് കഴിഞ്ഞ് പൂപ്പാറ. വിജയരാഘവൻ മിണ്ടിയില്ല. എന്തെങ്കിലുമൊക്കെ പറ സാറേ. ഒന്നും മിണ്ടാതെ നിന്നാൽ സംശയം തോന്നും. നമ്മുടെ കൂടെയാണോ അതോ അവരുടെ കൂടെയാണോ എന്ന്. സാർ ആരുടെ കൂടെയാ? ഞാൻ. സംശയിക്കണ്ട, നരേന്ദ്രൻ്റെ കൂടെയെന്ന് പറ. വിജയരാഘവൻ തൻ്റെ കാക്കി യൂണിഫോമിലേക്ക് നോക്കി. ഞാൻ നിഷ്പക്ഷമായിട്ട് നിന്നാൽ പോരെ? ഇത്രയും നാളും അങ്ങനെയല്ലല്ലോ നിന്നത്. തമ്പിയുടെ കൂടെയല്ലായിരുന്നോ? അത് ശരിയാ. അപ്പോൾ ഇനി നരേന്ദ്രൻ്റെ കൂടെ. ആരുടെ കൂടെയാ? വിജയരാഘവൻ അനങ്ങിയില്ല. നരേന്ദ്രൻ എഴുന്നേറ്റു. നരേന്ദ്രൻ്റെ കൂടെ, വിജയരാഘവൻ പറഞ്ഞുപോയി. നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന പോലീസുകാരെ ധീരന്മാരായിരിക്കണം. സാറ് ധീരനാണോ? വിജയരാഘവൻ പകച്ചു. പറയാൻ മടിയുണ്ടെങ്കിൽ ഞാൻ പറയാം. അല്ല, ധീരൻ മാസപ്പടി മേടിക്കുമോ? മഹാദേവൻ തമ്പി പറയുന്നത് അനുസരിക്കുമോ? ധീരന്മാർ ഒരേ സ്റ്റേഷനിൽ തന്നെ വർഷങ്ങളോളം SI ആയിട്ട് ഇരിക്കുമോ? ഇല്ല. നരേന്ദ്രൻ കസേരയിലിരുന്നു. നരേന്ദ്രൻ ചത്തില്ലല്ലോ അല്ലേ? ഇല്ല. കൊല്ലാൻ ഞങ്ങൾക്കും പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ അവൻ ഇനി എഴുന്നേറ്റ് നിൽക്കരുത്. നരേന്ദ്രനെ എതിർക്കുന്ന ആരും സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കരുത്. അത് ഈ നിൽക്കുന്ന സാറായാൽ പോലും. അത്രയേ ഉള്ളൂ. സാർ ഇരിക്കുന്ന കാണാനാണ് എനിക്കിഷ്ടം. വിജയരാഘവൻ ഇരുന്നു. പേത്തൊട്ടിയിൽ ഞങ്ങളൊരു ഞടുക്കം ഉണ്ടാക്കിയല്ലേ സാറേ? വിജയരാഘവൻ തലയാട്ടി. ധർമ്മരാജൻ ശരിക്കും ഞെട്ടിയില്ലേ? ഇതൊരു തുടക്കം മാത്രം. സാറിനറിയാമോ, എൻ്റെ അച്ഛൻ്റെ ശവശരീരം ഇതുവരെ കിട്ടിയിട്ടില്ല. ശേഷക്രിയ ചെയ്യാനും തർപ്പണം നടത്താനും ഒരു അസ്ഥി പോലും കിട്ടിയില്ല. ആകെയുള്ളത് കല്ലാർകുട്ടി ഡാമിൻ്റെ ഭിത്തിയിൽ ചാരി വെച്ചിരുന്ന 2 ക്രച്ചസാ. അത് വെച്ച് ശേഷക്രിയ ചെയ്യാൻ പറ്റുമോ? വിജയരാഘവൻ ഉമിനീരിറക്കി. എൻ്റെ പെങ്ങളുടെ ശരീരവും കിട്ടിയിട്ടില്ല. അവൾ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ലയോ? 5 കൊല്ലം കഴിഞ്ഞില്ലേ? ജീവനോടെ ഉണ്ടാവില്ല. ആ കാലത്ത് മാർക്കോസ് ആയിരുന്നു ഇവിടെ SI. ഇപ്പം കട്ടപ്പനയിൽ CI. അറിയാം.
ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ അച്ഛൻ്റെ ശരീരം ഏതോ പാറിയളക്കിൽ ഒതുങ്ങി. പക്ഷേ എൻ്റെ പെങ്ങളുടെ ശരീരം എവിടെ മറവ് ചെയ്തു? എനിക്ക് അതേപ്പറ്റി അറിയത്തില്ല. പക്ഷേ എനിക്കറിയണം. എല്ലായിടത്തും ഞാൻ അന്വേഷിക്കും. വെള്ളിക്കുളം എസ്റ്റേറ്റ് മുഴുവൻ ഞാൻ ഉഴുതുമറിക്കും. ബംഗ്ലാവിൻ്റെ അടിക്കല്ല് വരെ മാന്തി നോക്കും. എന്നിട്ടും കണ്ടില്ലെങ്കിൽ മഹാദേവൻ തമ്പിയുടെ മക്കളുടെ ധർമ്മരാജൻ്റെ ചങ്കു പിളർന്നും നോക്കും. വിജയരാഘവൻ്റെ നട്ടിലിലൂടെ ഒരു തരിപ്പിഴഞ്ഞു. അല്പം മുമ്പ് കണ്ട സാധാരണ യുവാവല്ല ഇപ്പോൾ മുമ്പിലിരിക്കുന്നത്. ഒലിയിൽ ചുട്ടുപഴുത്ത് ചെന്തീക്കനൽ നിറമായ ലോഹ മനുഷ്യൻ. എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ. നിൽക്കാം. കുറച്ച് സമയത്തേക്ക് രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. കലേന്ദ്രൻ്റെ കേസന്വേഷിച്ച രീതി എനിക്കിഷ്ടപ്പെട്ടു. പ്രതികളെ ആരെയും കണ്ടുമില്ല, പിടിച്ചുമില്ല. അന്വേഷണവും ചോദ്യം ചെയ്യലുമൊക്കെ തകൃതിയായിട്ട് നടത്തുന്നുണ്ട് താനും. ഇങ്ങനെ പോയാൽ മതി കേട്ടോ. വിജയരാഘവൻ തലയാട്ടി. മറുവശത്തെ വിശേഷം വല്ലതും അറിയാമോ? ഇല്ല. അറിയാതിരുന്നാൽ എങ്ങനാ? മഹാദേവൻ തമ്പിയുടെ മൂത്ത മകൻ ഫൽഗുനൻ വെള്ളിക്കുള എസ്റ്റേറ്റിൽ ലാൻഡ് ചെയ്തത് അറിഞ്ഞില്ലേ? അറിഞ്ഞു. ചോദിക്കുമ്പോൾ പറഞ്ഞാൽ പോരാ, ചോദിക്കാതെ പറയണം. പറയാൻ എന്താ മടി? നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നതൊക്കെ മാവേലിക്കര ചെന്നിട്ട് മതി. നരേന്ദ്രൻ്റെ കണ്ണുകൾ ചെറുതാകുന്നത് അയാൾ കണ്ടു. ദേഷ്യം വരികയാണ്. അവരുടെ പരിപാടി എന്താണെന്നറിയാമോ? ഒരു 10-25 ആളെയും കൂട്ടി പേത്തൊട്ടി കോളനി ആക്രമിക്കാനാണ് ഉദ്ദേശം. അങ്ങോട്ട് കൊടുത്ത അടിക്ക് അതിൻ്റെ 2 ഇരട്ടി ശക്തിയിലൊരു തിരിച്ചടി. രാമൻകുട്ടി സൂക്ഷിക്കേണ്ടി വരും. ഒറ്റ കുതിപ്പിന് നരേന്ദ്രൻ വിജയരാഘവൻ്റെ കഴുത്തിന് താഴെ ഷർട്ട് കുത്തിപ്പിടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉലച്ചു. ഞാൻ ചോദിച്ചില്ലെങ്കിൽ താൻ പറയില്ല അല്ലേ? നരേന്ദ്രൻ്റെ കണ്ണിൽ വൈരപ്പൊടിയുടെ തിളക്കം കണ്ട് വിജയരാഘവൻ ചൂളിക്കൂടി. നരേന്ദ്രൻ പെട്ടെന്ന് പിടിവിട്ടു. പോട്ടെ, സോറി. ഒറ്റ ആയത്തിന് മറുകണ്ഠം ചാടാൻ എല്ലാവർക്കും ബുദ്ധിമുട്ട് കാണും. എന്നാണ് അവരുടെ പരിപാടിയെന്നറിയാമോ? ഇല്ല, പോലീസ് ഇടപെട്ടേക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും ദിവസവും പറയും. അറിയിച്ചേക്കണം. അറിയിക്കാം. ആ കാശെടുത്ത് പെട്ടിയിലിട്. വിജയരാഘവൻ അനുസരിച്ചു. ഇനി ഞാൻ ഇറങ്ങുക. നേരമുണ്ടായിട്ട് വന്നതല്ല. കാണാം. പിൻവാതിൽ തുറന്ന് നരേന്ദ്രൻ ഇറങ്ങിപ്പോയി. ജീപ്പ് ഷെഡിന് മുന്നിൽ നിന്നു. നരേന്ദ്രൻ ഇറങ്ങി. ഷെഡിൽ കരുണനും ശാന്തമ്പാറ ശശിയും കാത്തിരിപ്പുണ്ടായിരുന്നു. എന്തായി? ശശി ഉത്കണ്ഠയോടെ തിരക്കി. നമ്മൾ അറിഞ്ഞതൊക്കെ ശരിയാ. മഹാദേവൻ തമ്പി സ്വന്തം മകനെ ചാവേറിന് നിയോഗിച്ചിരിക്കുന്നു. എന്ന്? അത് SI അറിയിക്കും. 25 പേരെന്നാ ഊഹം പറഞ്ഞത്. 50 കണക്ക് കൂട്ടാം. സകലവിധ ആയുധങ്ങളും കാണും. എന്താ നരേന്ദ്ര ചെയ്യണ്ടേ? ശശിചേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂട്ടി ഉടുമ്പൻചോല MLA ഒന്ന് കാണ്. പാർട്ടി ഫണ്ടിലേക്കൊരു സംഭാവന കൊടുക്ക്. എൻ്റെ എതിർകക്ഷിയാ പഞ്ചായത്ത് പ്രസിഡന്റും MLAയും. നമ്മൾ ഇന്നു മുതൽ അവരുടെ കക്ഷിയാ. പ്രശ്നമുണ്ടായിക്കഴിയുമ്പം MLA വന്ന് സംഭവസ്ഥലം സന്ദർശിക്കണം. പത്രത്തിൽ മഹാദേവൻ തമ്പിക്കെതിരായിട്ട് വാർത്ത വരണം. നാട്ടുകാർ നമ്മുടെ കൂടെ നിൽക്കണം. ഇത്രയും മതി. ശശി തലയാട്ടി. നരേന്ദ്രൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ അതിൻ്റെ മുറയ്ക്ക് നടന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രഹസ്യദൂതൻ മുഖേന അറിയിപ്പ് കിട്ടി. ഇന്ന് രാത്രി ധർമ്മരാജൻ്റെയും കൂട്ടുകാരുടെയും പ്രത്യാക്രമണം ഉണ്ടാകും. നരേന്ദ്രനും സംഘവും പെട്ടെന്ന് തന്നെ ഒരുങ്ങി. ഇരുട്ട് പടരാൻ കാത്തിരിക്കാതെ സന്ധ്യയ്ക്ക് തന്നെ അവർ മതികെട്ടാൻ മലയിറങ്ങി. ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിൽ ധർമ്മരാജൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. നോവൽ നാളെ തുടരും.